വിനീഷ്യസ് ജൂനിയർ റിയൽ മാഡ്രിഡിന് വേണ്ടി നല്ല ഗംഭീര ഗോൾ അടിച്ചിട്ട് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അത്ര അങ്ങോട്ട് ഹാപ്പി അല്ല എന്നുള്ളതാണ് കേട്ടോ. അത് പ്ലേയേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫാൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. സോ എന്തായാലും ലാലീഗയിലെ റിയൽ മാഡ്രിഡ് വിയസ് ഡെപ്പോർട്ടിവോ ആൽവസിനെതിരെയുള്ള മത്സരത്തിൽ 2-1 ജയിച്ച റിയൽ മാഡ്രിഡിനെ കുറിച്ചുള്ള 3 പോയിന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ, യൂട്യൂബിൽ സബ്സ്ക്രൈബ്, ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാണ്. ഒന്നാമത്തെ പോയിന്റ്, വിനീഷ്യസ് ജൂനിയർ. കളി തുടങ്ങി ഏകദേശം കളി അവസാനിക്കുന്നത് വരേക്കും വിനീഷ്യസ് ജൂനിയർ അത്ര അങ്ങോട്ട് സന്തോഷവാനായിരുന്നില്ല. പക്ഷേ കളിയിൽ ഇന്നലത്തെ ദ ബെസ്റ്റ് പ്ലെയർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റുന്നത് വിനീഷ്യസ് ജൂനിയറിനെ തന്നെയാണ്. ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. എംബാപ്പയ്ക്കൊക്കെ കൊടുത്ത ചാൻസസിൻ്റെ പകുതിയെങ്കിലും പുള്ളി ഒന്ന് കൺവേർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല ഗോൾ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു രണ്ടാമത്തെ കിഡിലൻ ഗോൾ അടിച്ചിട്ട് പോലും വിനീഷ്യസ് ജൂനിയറിൻ്റെ സെലിബ്രേഷൻ വാസ് ലൈക്ക് സോറി ടു ദ ഫാൻസ് എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ റിയൽ മാഡ്രിഡിൻ്റെ നിലവിലെ അവസ്ഥ എന്നുള്ളതുകൊണ്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിലിറ്റാവോയുടെ പരിക്ക് തന്നെയാണ്. പരിക്കിൽ നിന്നും ഒന്ന് മുക്തനായി തിരിച്ചു വന്നു, വീണ്ടും പരിക്കിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ലാലീഗ ഇപ്പോഴും അവസാനിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് കൊടുക്കേണ്ട സമയത്ത് ഈ പരിക്ക് എത്രമാത്രം റയലിനെ ബാധിക്കും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിനീഷ്യസ്, ആ തുടക്കത്തിൽ പറഞ്ഞില്ലേ വിനീഷ്യസ് ജൂനിയർ അൺഹാപ്പി ആയിരുന്നു എന്നുള്ളത് പോലെ തന്നെ പല താരങ്ങളും അൺഹാപ്പിയാണ്. അതിപ്പോൾ നിലവിലൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കോച്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നതേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും പുള്ളിയെ ഞാൻ PR കോച്ച് എന്ന് വിളിക്കുന്നത്. പുള്ളി ഈ PR സ്റ്റണ്ടല്ലാതെ ടാക്ടിക്കലി പുള്ളി ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. എനിക്ക് തോന്നുന്നു ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആൽവസ് കുറച്ചും കൂടെ അറ്റാക്കിങ്ങിൽ സ്ട്രോങ് ആയത്. ആൻഡ് അത് അവർ ഒരു ഗോൾ കൺവേർട്ട് ചെയ്തു. ആൻഡ് അവർക്ക് ഒരുപാട് ചാൻസസ് കിട്ടിയായിരുന്നു കേട്ടോ. അല്ലായിരുന്നെങ്കിൽ അതൊക്കെ കൺവേർട്ട് ആവുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു തോൽവിയോ ഒരു സമനിലയോ ഒക്കെ കിട്ടേണ്ടതായിരുന്നു ആ മത്സരം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിൻ ഇസ് എ വിൻ എന്നുള്ളതാണ് കാര്യം. എന്തായാലും ലാലീഗ അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അത്ര അങ്ങോട്ട് സന്തോഷത്തോടെ അല്ലെങ്കിലും ഓരോ റയൽ മാഡ്രിഡ് ഫാൻസിനും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ.